ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ജഗദംബികായൈ നമഃ. ഇന്നത്തെ ഈ സത്സംഗത്തിലേക്ക് ശാക്തേയ ഭക്തരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതമർപ്പിക്കുന്നു. എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇനി അടുത്തത് നമുക്ക് 26 മുതൽക്കുള്ള ശ്ലോകങ്ങളാണ്. 26 ശ്ലോകം. ബലാവലേ പാദധച്ചേത് ഭവന്തോ യുദ്ധകാംക്ഷിന തദാഗച്ഛത തൃപ്യന്തു മച്ഛിവാ പിശിതേന വാ. ഇനിയും നിങ്ങൾ ഇത്രയൊക്കെ പറയണം. എന്താ? ദേവേന്ദ്രന് 3 ലോകങ്ങളും കൊടുത്തിട്ട് പാതാളത്തിലേക്ക് പോകുവാനൊക്കെ പറയുക. അതിനുശേഷം എങ്കിൽ എന്ത്? ബലാവലേപാദധ, എൻ്റെ വാക്കുകളൊക്കെ അനുസരിക്കാതെ ബലമുണ്ടെന്നുള്ള ഒരു അഹങ്കാരത്തോടു കൂടി ഭവന്തോ യുദ്ധകാംക്ഷിണഃ, അവര് യുദ്ധകാംക്ഷികളായിട്ട് യുദ്ധത്തിനായിട്ട് മുന്നോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ തദാഗച്ഛത തൃപ്യന്തു മച്ഛിവാ പിശിതേനവാ. എന്താ വേണ്ടത്? അങ്ങനെ അവർ യുദ്ധത്തിനായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ മച്ഛിവാ പിശിതേനവാ, എൻ്റെ കുറുനരികളെ അവരുടെ മാംസം ഭക്ഷിച്ച് തൃപ്യന്തോ, തൃപ്തരായി തീരട്ടെ എന്നിങ്ങനെ ഉറക്കെ എല്ലാവരും കേൾക്കെ വിളിച്ചു പറയുവാൻ ദേവി ആജ്ഞാപിക്കുകയാണ്. അതായത് ആ വീരഭദ്രമൂർത്തിയോട് താൻ എന്താണ് അവിടെ ചെന്ന് പറയേണ്ടത്, ദൂതനായിട്ട് പോയി എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഉറക്കെ പറഞ്ഞേക്കണം, ദേവിയുടെ കുറുനരികൾ വന്നിട്ട് അവരുടെയൊക്കെ മാംസം ഭക്ഷിച്ച് തൃപ്തരാകട്ടെ എന്നുറക്കെ വിളിച്ചു അതായത് എന്താണ് ഇനിയും ഇവർ ഇതിൽ നിന്നും പിന്മാറുന്നില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഉറക്കെ പറയണം എന്ന് ദേവി ആ വീരഭദ്രമൂർത്തിയോട് പറഞ്ഞ് കൊടുക്കുകയാണ്. ദൂതനായി പോകാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ, എന്താണ് ദൗത്യം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അടുത്തത് 27 ശ്ലോകമാണ്. യതോ നിയുക്തോ ദൗത്യേന തയാ ദേവ്യാ ശിവ സ്വയം ശിവദൂതീതി ലോകേസ്മിൻ തതഃ സാഖ്യാതിമാഗത. യതോ നിയുക്തോ ദൂതത്വേ, ഈ ചണ്ഡികാദേവിയാൽ ഈ ദൂതത്വത്തിലേക്ക് നിയുക്തനായതിൽ തയാ ദേവ്യാ ശിവസ്വയം, ആ ശിവൻ അങ്ങനെ നിയുക്തനായതിൽ ദേവിയും ശിവദൂതീതി ലോകേസ്മിം തതസ്സ ഖ്യാതിമാഗത, അന്നു മുതൽ ലോകത്തിൽ ശിവദൂതി എന്ന പേരിലും പ്രസിദ്ധയായി തീർന്നു. അതായത് ഈ ചണ്ഡികാദേവിയാൽ ദൂതത്വത്തിലേക്ക് നയിക്കപ്പെട്ടത്, ആ വീരഭദ്രമൂർത്തിയായിട്ട് എത്തിയത് ശിവൻ തന്നെയാണ്. അങ്ങനെ ശിവൻ അതിന് നിയുക്തനായതുകൊണ്ട് തന്നെ അന്നു മുതൽ ലോകത്തിൽ ദേവിക്ക് ശിവദൂതി എന്നൊരു പേരിലും കൂടി പ്രസിദ്ധയായി തീർന്നു. ഇനി അടുത്തത് 28 ശ്ലോകമാണ്. തേപി ശ്രുത്വാ വചോ ദേവ്യാ സർവാഖ്യാതം മഹാസുരാ അമർഷാപൂരിതാ ജഗ്മുര്യതഃ കാത്യായനീ സ്ഥിതാ. തേ അപി ശ്രുത്വാ വചോ ദേവ്യാ, ഈ ലോകത്തിൽ നിങ്ങൾക്ക്
ജീവിച്ചിരിക്കുവാൻ ഇങ്ങനെ ഒരു ആശയുണ്ടെങ്കിൽ നിങ്ങൾ പാതാളത്തിലേക്ക് പോയിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള ദേവിയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് കേട്ടിട്ട് വചോ ദേവ്യ സർവാഖ്യാതം മഹാസുര, ആ മഹാസുരന്മാരൊക്കെ കോപിഷ്ഠരായി തീർന്നു, അമർഷാപൂരിത കോപിഷ്ഠരായി തീർന്നു. എന്നിട്ടോ ജഗ്മൂർ എത്ര കാത്യായനി സ്ഥിത, ആ കോപിഷ്ഠരായി തീർന്ന് അവരെന്ത് ചെയ്തു? കാത്യായനി ദേവി ഇരിക്കുന്നിടത്തേക്ക് തന്നെ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയും പോലെ വിനാശകാലെ വിപരീത ബുദ്ധി, നാശം അടുത്തിരിക്കുന്നവൻ്റെ കാതുകളിൽ നമുക്കറിയാം കുംഭകർണൻ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് രാമായണത്തിൽ, അല്ലേ? അതിൽ പറയുന്നില്ല, നാശം അടുത്തിരിക്കുന്നവൻ്റെ കാതിൽ എന്ത് നല്ലത് പറഞ്ഞാലും അത് കാതുകളിൽ പതിക്കില്ല, പകരം അവരുടെ കോപം വർദ്ധിക്കാനേ അത് ഉപകരിക്കുകയുള്ളൂ. ഇവിടെയും നോക്കൂ, ദേവി മുൻകൂട്ടി പറഞ്ഞു തൻ്റെ ദൂതൻ വശം, പക്ഷെ എന്നിട്ടും അത് കേൾക്കുവാൻ കൂട്ടാക്കാതെ വീണ്ടും യുദ്ധത്തിനായി പുറപ്പെടുകയാണ് ഈ അസുരന്മാർ ചെയ്തത്. ഇനി അടുത്തത് 29-ാമത്തെ ശ്ലോകമാണ്. തതഃ പ്രഥമമേവാഗ്രേ ശരശക്തിവൃഷ്ടിഭീം വവർഷുരുദ്ധതാമർഷാസ്താം ദേവീമരാരയ. തതഃ പ്രഥമം ഏവാഗ്രേ, അനന്തരം അവരാദ്യമായിട്ട് ശരശക്തിവൃഷ്ടിഭി, ബാണങ്ങൾ, ശക്തി എന്നാൽ വേല, പിന്നെയോ ഋഷ്ടിവൃഷ്ടിഭി എന്ന് പറഞ്ഞാൽ ഈട്ടി മുതലായ ആയുധങ്ങളെ എടുത്തിട്ട് വവർഷു ഉത്ഥതാമർഷ താം ദേവീം അമരാരയ. വർഷിച്ചു, ദേവിയുടെ നേരെ ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ വർഷിച്ചു. എങ്ങനെ? രുദ്ധതാമർഷ, വളരെയേറെ കോപത്തോടു കൂടിയിട്ടാണ് അവരൊക്കെ ദേവിയുടെ നേരെ ഇങ്ങനെ ഇതുപോലെയുള്ള ആയുധങ്ങളെയൊക്കെ അസുരന്മാർ ദേവിയുടെ നേരെ പ്രയോഗിച്ചത്. ബാണങ്ങൾ, വേല, ഈട്ടി മുതലായിട്ടുള്ള ആയുധങ്ങൾ തുടങ്ങിയ ഈ ശസ്ത്രാസ്ത്രങ്ങളൊക്കെയും പ്രയോഗിച്ചത് ഈ ദേവി പറഞ്ഞയച്ച ദൂതവാക്യം മുഴുവൻ കേട്ടതിന് ശേഷമാണ്. എന്ന് പറഞ്ഞാൽ മനസ്സപ്പോഴും നേരായ വഴിക്ക് ചരിക്കുവാൻ കൂട്ടാക്കിയില്ല. എന്നിട്ട് നേരെ ദേവിയുടെ നേരെ, കാത്യായനി ദേവിയുടെ നേരെ യുദ്ധത്തിനായി പുറപ്പെടുന്നു. ആയുധങ്ങൾ തുരുതുരാന്ന് വർഷിക്കുന്നു. കാരണം 4 വശവും ചുറ്റോടു ചുറ്റും കോടാനുകോടിക്കണക്കിന് അസുര സൈന്യം അങ്ങനെ നിരന്നു നിൽക്കുകയാണ്. ഇനി 30-ാമത്തെ ശ്ലോകം നോക്കാം. സ ച താൻ പ്രഹിതാൻ ബാണാൻ ശൂലശക്തി പരശ്വതാൻ ചിച്ഛേദലീലയാത്മാദ ധനുർമുക്തൈർമഹേഷുഭി. സ ച താൻ പ്രഹിതാൻ ബാണാൻ, സ എന്ന് പറഞ്ഞാൽ അവൾ, അതായത് ആ ദേവി, തത് പ്രഹിതാൻ ബാണാൻ, ആ അസുരന്മാരൊക്കെ പ്രയോഗിച്ച ബാണങ്ങളെയും, അതുപോലെ ശൂലശക്തി പരശ്വതാൻ, ശൂലം, അതുപോലെ ശക്തി എന്നാൽ വേല, പരശ്വതം എന്ന് തുടങ്ങിയ ആയുധങ്ങളെയൊക്കെ ചിച്ഛേദ മുറിച്ചു കളഞ്ഞു. എങ്ങനെ? ലീലയാത്മാദ, ഒരു ലീലയെന്നോണം, യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ, യാതൊരു പ്രയത്നവും കൂടാതെ ദേവി അതിനെയൊക്കെ നിഷ്പ്രഭമായി അതിനെയൊക്കെ മുറിച്ചു കളഞ്ഞു. ധനുർമുക്തൈർമഹേഷുഭി, ഒരായുധങ്ങളും ദേവിയുടെ അടുത്തേക്ക് അതുകൊണ്ട് എത്തിയില്ല. എല്ലാം ദേവി അതിനെയൊക്കെ ഒരു കളി എന്നോണം അതിനെയൊക്കെ മുറിച്ചു കളഞ്ഞു. ഇനി അടുത്തത് 31-ാമത്തെ ശ്ലോകമാണ്. തസ്യാഗ്രതസ്തഥാ കാളി ശൂലപാദവിദാരിതാൻ ഖഡ്വാംഗപോഥിതാംശ്ചാന്യാൻ കുർവതി വ്യചരത്തദാ. തസ്യാ അഗ്രതസ്തഥാ കാളി ശൂലപാദവിദാരിതാൻ. അതിനുശേഷം ആ ഭദ്രകാളി ഭഗവതിയുടെ അഗ്രത തഥ, ഭദ്രകാളിയുടെ മുൻപിൽ വെച്ച് ശൂലപാദവിദാരിതാൻ, ത്രിശൂലം കൊണ്ടും, അതുപോലെ ഖഡ്വാംഗ പോഥിതാംശ്ചാരീൻ, പോഥിതാംശ്ചാന്യാൻ എന്നുമുണ്ട്, പോഥിതാംശ്ചാരീൻ എന്നും പാഠഭേദം കാണാറുണ്ട്. ഖഡ്വാംഗം എന്ന ആയുധം കൊണ്ടുമൊക്കെ
കുർവതി വ്യചരത്തത, അവരെയൊക്കെ കൊന്നൊടുക്കിക്കൊണ്ട് അവിടെയെല്ലാം നടന്നു. അപ്പോൾ തൻ്റെ നേരെ ഈ ആയുധങ്ങളൊക്കെ പ്രയോഗിച്ചൊക്കെ ദേവി നിഷ്പ്രഭമായി എല്ലാം മുറിച്ചു കളഞ്ഞു. കഴിഞ്ഞില്ല. ദേവി ആ ഭഗവതിയുടെ മുന്നിൽ വെച്ച് തന്നെ, ആ ഭദ്രകാളി ഭഗവതിയുടെ മുന്നിൽ വെച്ച് തൃശൂലം കൊണ്ടും അതുപോലെ ഖഡ്വാംഗം എന്ന് പറയുന്ന ആയുധം കൊണ്ടുമൊക്കെ അസുരന്മാരെ കൊന്നൊടുക്കിക്കൊണ്ട് അവിടെയെല്ലാം ദേവി അങ്ങനെ നടന്നു. ഇനി 32ാമത്തെ ശ്ലോകമാണ്. കമണ്ഡലുജലാക്ഷേപ ഹത വീര്യാൻ ഹതൗജസ ബ്രഹ്മാണി ചാകരോച്ഛത്രോൻ യേന യേന സ്മധാവതി. കമണ്ഡലു ജലാക്ഷേപ ഹത വീര്യാൻ ഹതൗജസ. ആ ബ്രഹ്മാണി ദേവി എന്ത് ചെയ്തു? ആ സമയത്ത് ബ്രഹ്മാണി ച അകരോച്ഛത്രോന്, ആ ബ്രഹ്മാണി ദേവി തേനയേന സ്മധാവതി, എവിടെയെല്ലാം സഞ്ചരിച്ചു ആ സഞ്ചരിച്ച മാർഗങ്ങളിലെല്ലാം കണ്ടുമുട്ടിയ അകരോധ ശത്രുൻ, ആ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരെയൊക്കെ കമണ്ഡലു ജലാക്ഷേപ, കമണ്ഡലുവിലെ ജലം തളിച്ചുകൊണ്ട് ഹത വീര്യാൻ ഹതൗജസ, മോഹിപ്പിച്ചു. അതായത് ബ്രഹ്മാണി ദേവി തൻ്റെ കമണ്ഡലുവിലെ ജലം, ദേവി അവിടെ എല്ലാം നടന്നിട്ട് ആരെയൊക്കെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരെ കണ്ടോ അവരുടെയൊക്കെ മേല് തൻ്റെ കമണ്ഡലുവിലെ ജലം തളിച്ച് അവരെയൊക്കെ ബോധരഹിതരാക്കി മാറ്റി. ഇനി അടുത്തത് 33ാമത്തെ ശ്ലോകമാണ്. മാഹേശ്വരി ത്രിശൂലേന തഥാ ചക്രേണ വൈഷ്ണവീ ദൈത്യാൻ ജഘാന കൗമാരി തഥാ ശക്ത്യാതികോപനാം. മാഹേശ്വരി ത്രിശൂലേന, മഹേശ്വരി എന്ന ദേവി ത്രിശൂലം കൊണ്ടും തഥാ ചക്രേണ വൈഷ്ണവി, വൈഷ്ണവി എന്ന ദേവി ചക്രായുധം കൊണ്ടും ദൈത്യാൻ ജഘാന കൗമാരി തഥാ ശക്ത്യാതികോപന, കൗമാരി, ആ കൗമാരി എന്ന ശക്തി, ആ ദേവി ശക്ത്യാതികോപന, ശക്തി എന്ന ആയുധം കൊണ്ടും എന്ത് ചെയ്തു? ദൈത്യാൻ ജഘാന, കോപിഷ്ഠരായിട്ടുണ്ടായിരുന്ന ഈ 3 ശക്തികളും, കാരണം അവരോട് ദൂത് പറഞ്ഞു വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ പറഞ്ഞു കൊടുത്തതാണ്, എന്നിട്ടും കൂട്ടാക്കാതെ യുദ്ധത്തിന് പുറപ്പെട്ടതുകൊണ്ട് മഹേശ്വരി ത്രിശൂലം കൊണ്ടും വൈഷ്ണവി ദേവി ചക്രായുധം കൊണ്ടും കൗമാരി എന്ന ദേവി ശക്തി എന്ന ആയുധം കൊണ്ടും അതികോപിഷ്ഠരായി തീർന്നതുകൊണ്ട് അസുരന്മാരെ ഒന്നൊന്നായി നിഗ്രഹിച്ചു. ഇനി അടുത്തത് 34ാമത്തെ ശ്ലോകമാണ്. ഐന്ദ്രി കുലിശപാദേന ശതശോ ദൈത്യദാനവ പേതുർവിദാരിതാ ഭൂമൗ രുധിരൗഘ പ്രവർഷിണ. ഐന്ദ്രി കുലിശപാദേന ശതശോ ദൈത്യദാനവ, ഇന്ദ്രാണിയുടെ കുലിശപാദേന, ആ വജ്രം പതിച്ചിട്ട് എന്ത് ചെയ്തു? ശതശോ ദൈത്യദാനവ, 100 കണക്കിനായിട്ടുള്ള അസുരന്മാര്, അതായത് അനേകം അസുരന്മാര് പേതുർവിദാരിതാ ഭൂമൗ, ഈ ഭൂമിയിൽ വീണു കിടന്നു എന്ന് പറഞ്ഞാൽ അവരൊക്കെ നിലം പതിച്ചു. എന്നിട്ടോ രുധിരൗഘ പ്രവർഷണ, രുധിരം എന്നാൽ ചോര, രക്തം ഒലിച്ച്, അതായത് രക്തം ഒഴുകിപ്പോയിക്കൊണ്ട് അവരൊക്കെ അങ്ങനെ ഭൂമിയിൽ പതിച്ചു കിടന്നു. ഇന്ദ്രാണിയുടെ വജ്ര ആയുധമേറ്റുകൊണ്ട് അവരൊക്കെ അനേകം ദൈത്യന്മാർ അസുരന്മാരങ്ങനെ മരിച്ചു വീണു. ഇനി അടുത്തത് 35ാമത്തെ ശ്ലോകമാണ്. തുണ്ടപ്രഹാര വിധ്വസ്ത ദംഷ്ട്രാഗ്രക്ഷതവക്ഷസ വാരാഹമൂർത്തിയാ നൃപതം ന്യപതം ചക്രേണ ച വിദാരിത. തുണ്ടപ്രഹാര വിധ്വസ്ത, തുണ്ടപ്രഹരം കൊണ്ട് ദംഷ്ട്രാഗ്രക്ഷതവക്ഷസ, അപ്പോൾ തുണ്ടപ്രഹരം കൊണ്ട് ആരുടെയാ? വരാഹമൂർത്തിയാനപതം, ശ്രീ വരാഹമൂർത്തിയുടെ തുണ്ടപ്രഹരം കൊണ്ട് വിധ്വസ്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല വഴിക്ക് തെറിച്ചു പോവുക. പിന്നെയോ ദംഷ്ട്രാഗ്രക്ഷത വക്ഷസഹ, വക്ഷസം എന്ന് പറഞ്ഞാൽ മാറിടം, നെഞ്ചു പിളർന്നുകൊണ്ട്, എങ്ങനെ? ദംഷ്ട്രാഗ്രം, തൻ്റെ ദംഷ്ട്രകളുടെ അഗ്രഭാഗം കൊണ്ട് കടിച്ചു വലിച്ചു പിളർന്ന് നെഞ്ചു പിളർന്നും
അതേപോലെ ചക്രേണ ച വിദാരിത, ചക്രായുധം കൊണ്ട് കഷ്ണിച്ചും അസുരന്മാരെ ഒന്നൊന്നായി ഭൂമിയിൽ കൊന്നു വീഴ്ത്തി. ഇനി അടുത്തത് 36-ാമത്തെ ശ്ലോകമാണ്. നഖൈർവിദാരിതാംശ്ചാന്യാൻ ഭക്ഷയന്തി മഹാസുരാൻ നാരസിംഹി ചാരാജൗ നാദാപൂർണദിഗംബരാ. നാദപൂരിത ദിഗ്മുഖ എന്നും കാണാം. രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. നാദാപൂർണ ദിഗംബര, രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ഇനി അടുത്തത് നഖൈർ വിദാരിതാംശ്ചാന്യൻ ഭക്ഷയന്തി മഹാസുരാൻ നാരസിംഹി ചചാരാജൗ. ഇനി അടുത്ത നാരസിംഹമൂർത്തി എന്താണ് ചെയ്തത്? നാരസിംഹി മൂർത്തി തൻ്റെ ശബ്ദനാമം കൊണ്ട് തന്നെ, നാദപൂരിത എന്നാ പറഞ്ഞാൽ തൻ്റെ ശബ്ദം കൊണ്ട് തന്നെ ദിങ്മുഖ അല്ലെന്നുണ്ടെങ്കിൽ ദിഗംബര, എല്ലാ ദിക്കുകളെയും അതിങ്ങനെ പ്രതിധ്വനിച്ച് കേൾക്കുന്ന വിധത്തിൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നാരസിംഹമൂർത്തി കഴിഞ്ഞില്ല. നഖൈർ വിദാരിതാംശ്ചാന്യൻ, ചിലരെയൊക്കെ ആകട്ടെ തൻ്റെ നഖങ്ങളെ കൊണ്ട് വിദാരിതാം എന്ന് പറഞ്ഞാൽ പിളർന്നങ്ങോട്ട് ഭക്ഷിച്ചുകൊണ്ട്, ഭക്ഷയന്തി മഹാസുരാന, പല അസുരന്മാരെയും തൻ്റെ നഖം കൊണ്ട് വലിച്ചു പിളർന്ന് ഭക്ഷിച്ചുകൊണ്ട് ആ യുദ്ധഭൂമിയിൽ അങ്ങനെ ചചാര എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു. ഇനി അടുത്തത് 37-ാമത്തെ ശ്ലോകമാണ്. ചണ്ഡാട്ടഹാസൈരസുരാ ശിവദൂത്യാ വിഭീഷിതാ പേതുഃ പൃഥിവ്യാം പതിതാം താംശ്ച ഖാദാധസാ തദാ. ചണ്ഡാട്ടഹാസൈരസുരാ, തൻ്റെ ചണ്ഡങ്ങളായ അട്ടഹാസങ്ങൾ കൊണ്ട് ശിവദൂത്യാ വിഭീഷിത, വിഭീഷിത എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തിക്കൊണ്ട്, ആ ശിവദൂതി എന്ന് പറയുന്ന ശക്തി തൻ്റെ ചണ്ഡങ്ങളായ അട്ടഹാസങ്ങളെ കൊണ്ട് മറ്റുള്ള അസുരന്മാരെയൊക്കെ, എതിർപക്ഷത്തുള്ള അസുരന്മാരെയൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ടും, ഭയപ്പെടുത്തി അങ്ങനെ അനേകം അസുരന്മാരെ പേതു പൃഥിവ്യാം പതിതാം, ഭൂമിയിൽ, പൃഥ്വി എന്നാൽ ഭൂമി, അസുരന്മാരെ ഭൂമിയിൽ വീഴ്ത്തുകയും ചെയ്ത്, എന്നിട്ടോ താംശ്ച ഖാദാധസാ തദാ, തദാ അപ്പോൾ സാ ദേവി, താംശ്ച ആ ദേവി ഇതും കൂടി ചെയ്തു, എന്ത്? ഖാദാധ, അപ്പോൾ തന്നെ ഭക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഓരോരുത്തർ ഓരോരോ തരത്തിൽ അസുരന്മാരെ, ഓരോ ശക്തിയും പല വഴിക്ക് അവർ നടന്നു നീങ്ങി ഓരോ വഴിയിലുമുള്ള അസുരന്മാരെ പല വിധത്തിലാണ് ഇല്ലാതെയാക്കിയത്. അത് ഏതൊക്കെ വിധത്തിലാണെന്നാണ് ഇപ്പോൾ ഇവിടെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് 38-ാമത്തെ ശ്ലോകമാണ്. ഇതി മാതൃഗണം ക്രുദ്ധം മർദ്ദയന്തം മഹാസുരാൻ ദൃഷ്ട്വാഭ്യുപായേർ വിവിധൈർനേഷുർദേവാരി സൈനികാ. ഇതി മാതൃഗണം ക്രുദ്ധം, ഇപ്രകാരം ക്രുദ്ധരായി തീർന്നിരിക്കുന്ന മാതൃഗണത്തെയും മർദ്ദയന്തം മഹാസുരൻ, അവരുടെ മർദ്ദനം അനുഭവിക്കേണ്ടി വന്ന അസുരന്മാരെയും ദൃഷ്ട്വാഭ്യുപായേർ, ദൃഷ്ട്വാ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, വിവിധൈർ നേഷുർദേവാരി സൈനിക, ഈ ദേവാരി ദേവന്മാരുടെ ശത്രുക്കളായിട്ടുള്ള അസുര സൈന്യങ്ങളെ, ദേവാരി സൈനിക അസുര സൈന്യങ്ങൾ എന്താ ചെയ്തത്? ദൃഷ്ട്വാഭ്യുപായേർ, ദൃഷ്ട്വാഭി ഉപായേർ, അതായത് ഓരോരോ ഉപായം പറഞ്ഞ് വിവിധൈർ നേഷുർ, പല ദിക്കുകളിലായിട്ട് ഓടിയൊളിച്ചു. അപ്പോൾ ഇത്രയൊക്കെ, അതായത് ഇവിടെ ദേവി ഒറ്റയ്ക്കാണെന്ന് കണ്ടുകൊണ്ട് ദേവിയെ നാനാവശത്ത് നിന്നും പൊതിഞ്ഞിരുന്ന കോടിക്കണക്കിന് വരുന്ന അസുര സൈന്യങ്ങളെയൊക്കെ ഈ പല ദേവതകളും അവരവരുടെ ഉള്ളിലെ ആ ശക്തിയെ പുറത്ത് ഓരോരോ രൂപത്തിലായി കൊണ്ടുവന്നുകൊണ്ട് ദേവിക്ക് വേണ്ടി യുദ്ധമാരംഭിച്ചപ്പോൾ, ചണ്ഡികാദേവിക്ക് വേണ്ടി അസുരന്മാരെ നേരിട്ടപ്പോൾ പിടിച്ചു നിൽക്കുവാനാകാതെ ഈ അതായത് ഈ ക്രുദ്ധരായിട്ടുള്ള മാതൃഭാവത്തിൽ നിൽക്കുന്ന ഈ സ്ത്രീ ശക്തികളുടെ അല്ലെങ്കിൽ മറ്റ് ദേവതകളുടെ ശക്തികൾ വന്ന് ചണ്ഡികാദേവിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കണ്ട് അവരുടെ ആ മാതൃശക്തികളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ അസുര സൈന്യങ്ങളൊക്കെ ഓരോരോ ഉപായം പറഞ്ഞ് പല ദിക്കുകളിലായിട്ട് ഓടിയൊളിച്ചു. ഇനി അടുത്തത് 39-ാമത്തെ ശ്ലോകമാണ്.
പലായനപരാൻ ദൃഷ്ട്വാ ദൈത്യാൻ മാതൃഗണാർദിതാൻ യോദ്ധുമഭ്യായയൗ ക്രുദ്ധോ രക്തബീജോ മഹാസുര. പലായനപരാൻ ദൃഷ്ട്വാ ദൈത്യാൻ മാതൃഗണാർദിതാൽ. ആ മാതൃഗണങ്ങളുടെ മർദ്ദനമേറ്റിട്ട് അസുരന്മാരൊക്കെ പലായനപരാൻ ദൃഷ്ട്വാ ഓടി ഒളിക്കുന്നത് കണ്ടിട്ട് യോദ്ധും അഭ്യായയൗ ക്രുദ്ധോ രക്തബീജോ മഹാസുര. രക്തബീജൻ എന്ന് പേരുള്ളതായിട്ടുള്ള ആ മഹാസുരൻ യോദ്ധും അഭ്യായയൗ ക്രുദ്ധോ കോപിഷ്ഠനായി തീർന്നിട്ട് മാതൃഗണത്തിനോട് യുദ്ധം ചെയ്യുവാനായി പുറപ്പെട്ടു. ഇനി അടുത്തത് 40ാമത്തെ ശ്ലോകമാണ്. രക്തബിന്ദുര്യഥാ ഭൂമൗ പതിതസ്യ പതത്യസ്യ ശരീരത സമുത്പതതി മേദിന്യാസ്തത്രമാണോ മഹാസുര. ഇവിടെ തത്പ്രമാണസ്തദാസുര എന്നും പാഠഭേദം കാണാം, രണ്ടും ശരിയാണ്. രക്തബിന്ദുര്യഥാ ഭൂമൗ, രക്തബീജൻ എന്ന് പേരുള്ളതായിട്ടുള്ള ഈ അസുരൻ്റെ ശരീരത്തിൽ നിന്നും, ഇവിടെ ഈ രക്തബീജൻ എന്ന് പറയുന്ന ഈ അസുരൻ ഒരു പ്രത്യേകതയുണ്ട്, അതാണ് പറയുന്നത്. ഈ രക്തബീജൻ എന്ന് പറയുന്ന ഈ അസുരൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തമെങ്കിലും ഭൂമിയിൽ പതിച്ചാൽ പതത്യസ്യ ശരീരത, പതത്തി അസ്യ ശരീരത, ഈ ശരീരത്തിൽ നിന്നും ഭൂമൗ, ഭൂമിയിൽ രക്തബിന്ദു യഥാ ഭൂമൗ, ഒരു തുള്ളി രക്തബിന്ദുവെങ്കിലും പതിച്ചാൽ സമുത്പതതി മേദിന്യാം തത്പ്രമാണാസ്തദാസുര. സമുത്പതതി പുതിയതായിട്ടൊന്നുകൂടി ജനിക്കും, മേദിന്യാം തത്പ്രമാണ, അതായത് അവനെ പോലെ തന്നെ ഈ രക്തബീജൻ എന്ന് പറയുന്ന ഈ അസുരൻ്റെ പുതിയൊരു അസുരൻ, രക്തബീജനെ പോലെ തന്നെ ഉള്ള മറ്റൊരസുരൻ ഉടൻ തന്നെ ഭൂമിയിൽ നിന്നും ജനിക്കുന്നു. ആ ഒരു മഹാത്മ്യം തത്പ്രമാണാസ്തദാസുര, ഈ മഹാസുരന്, ഈ രക്തബീജൻ എന്ന് പറയുന്ന മഹാസുരന് അങ്ങനെ ഒരു സവിശേഷത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ രക്തബീജൻ എന്ന അസുരനെ കൊന്ന് കളയുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ദൗത്യമാണ് ഈ മാതൃഗണങ്ങൾക്ക്. കാരണം ഏതെങ്കിലും വിധത്തിൽ ദേഹം മുറിയുകയോ ദേഹത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം ഭൂമിയിൽ പതിക്കുകയോ ചെയ്താൽ അവർക്ക് നേരിടേണ്ടി വരുന്നത് 2 രക്തബീജന്മാരോടായിരിക്കും. ഒന്ന് ഇപ്പോഴുള്ള രക്തബീജനും പിന്നീട് ഭൂമിയിൽ പതിച്ച ആ ഒരു തുള്ളി രക്തത്തിൽ നിന്നും പുറപ്പെട്ട ജനിച്ച പുതിയ രക്തബീജനോടും. ഇനി അടുത്തത് ഈ രക്തബീജൻ എന്ന് പേരുള്ളതായിട്ടുള്ള ഈ അസുരനെ എങ്ങനെയാണ് ഈ മാതൃഗണങ്ങൾ അല്ലെങ്കിൽ ഈ ശക്തിസ്വരൂപിണികൾ വധിച്ചത് എന്നാണ് പറയുന്നത്. അത് വളരെയേറെ സവിശേഷതയാർന്ന ഒരു കഥയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ അസുരന്മാരെ കൊല്ലുന്നത് പോലെ കൊല്ലാൻ പറ്റുമായിരുന്നില്ല രക്തബീജനെ. എത്രമാത്രം യുദ്ധം ചെയ്യുന്നുവോ അത്രമാത്രം ദേഹത്ത് എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായാൽ അത്രയും കൂടുതൽ രക്തബീജൻ. ഇവരൊക്കെ മഹാപരാക്രമികളാണ് അല്ലേ, നിസ്സാരരായിട്ടുള്ള സൈന്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ മാതൃഗണം അതിനെ എങ്ങനെയാണ് ആ വെല്ലുവിളി ഏറ്റെടുത്ത് രക്തബീജനെ വധിച്ചത് എന്നാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ തുടർന്ന് കാണാമെന്ന് കരുതുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ചാമുണ്ഡായേ നമഃ.